ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ബിർള മന്ദിർക്കാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഓട്ടോയിലാണ് പോയത്. ഇന്ന് നമ്മൾ അതുകൊണ്ട് ഒരു കാറ് റെൻറ്റിന് എടുത്തു 3 ഡേയ്സിന് വേണ്ടിയിട്ട്. അതാണ് നമുക്ക് സുഖം. അതാവുക ഗൂഗിൾ മാപ്പ് ഇട്ട് നമ്മുടെ ഇഷ്ടത്തിന് എല്ലാ സ്ഥലത്തേക്കും പോകും. അപ്പോൾ നമുക്ക് എന്നാൽ അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടെ നമ്മളിപ്പോൾ കാർ പാർക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ ബൈ, അവിടെ എത്തിയിട്ട് കാണാം. ഇതാണ് ഗൈസ് ബിർള മന്ദിർക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ 2 സൈഡിലും ഓരോ കടകളൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ട്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെങ്ങനെയാണ് ബിർള മന്ദിർ. ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കയറിയിട്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഗൈസ് ഫോണ്, ക്യാമറ, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അലൗഡ് അല്ല. അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് വന്നതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്തെ വിശേഷങ്ങൾ പറഞ്ഞു തരാം. ഗൈസ് ഇതിൻ്റെ ടോപ്പിൽ നിന്ന് നമുക്ക് ഹുസൈൻ സാഗർ ലേക്ക്, അതുപോലെ തന്നെ അംബേദ്കറിൻ്റെ സ്റ്റാച്ചു, അങ്ങനത്തെ ഒക്കെ കാണാൻ പറ്റും. ഇതൊരു ടെമ്പിളാണ് ഗൈസ്. നമ്മൾ ഇപ്പോൾ ബിർള മന്ദിറിൽ ഇറങ്ങി ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അവിടേക്ക് ഫോൺ അലൗഡ് അല്ല. സോ അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവരുണ്ടായിരുന്നു ഇവിടെ കൂടി. ഹലോ ഗൈസ്, നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ചാർമിനാറിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല ഷോപ്പിങ്ങിനെ പറ്റി ഒരുപാട് ഏരിയ ഉണ്ട്. പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്. നല്ലൊരു മൂടി, തണുത്ത കാറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത്ര പ്രശ്നമില്ല. ഗൈസ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഡിങ്ങി സ്റ്റെപ്പ് വഴിയാണ് കയറുന്നത്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുണ്ട്. നമുക്ക് ഓൺലൈൻ വഴി തന്നെ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. ഗൈസ് നമ്മളെങ്ങനെ ചാർമിനാറിൻ്റെ അകത്തേക്ക് വന്നിരിക്കുകയാണ്. കാണാം അടിപൊളിയാണ്. പണ്ട് കാലത്ത് എന്ത് ഭംഗിയിലാണ് ഈ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് നോക്കൂ ഗൈസ്. നല്ല ഭംഗിയിൽ ഫിനിഷിങ്ങോടെ അവർ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മക്ക മസ്ജിദ് കാണാൻ പറ്റും. പിന്നെ നോക്കൂ ഗൈസ്, ചാർമിനാറിലെ തിരക്ക്, ഷോപ്പിംഗ് ഏരിയയിലെ തിരക്കാണ് ഗൈസ്. അത് കണ്ടാൽ നമ്മൾ ഞെട്ടും. ഹലോ ഗൈസ്, നമ്മൾ ഈ ലാൻഡ് ബസാറിൽ കൂടെ നടക്കുമ്പോഴേ അപ്പുറം ഇപ്പുറമുള്ള കടക്കാർ നമ്മളിങ്ങനെ വിളിക്കും, വരൂ വരൂ എന്ന് പറഞ്ഞിട്ട്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ കയറിയാൽ മതി. പിന്നെ ഇവിടെ എങ്ങനെയാണ് പ്രൈസ് എന്നൊന്നും അറിയില്ല. നമ്മളൊന്ന് കയറി നോക്കട്ടെ എങ്ങനെയുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഗോൾക്കൊണ്ടയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് അവിടുത്തെ വ്യൂ. അടിപൊളി വ്യൂ ആണ് ഗൈസ്. നോക്കൂ, ഇവിടെ 5 o'clock വരെയാണ് ടൈമിംഗ് എൻട്രൻസിന് വേണ്ടിയിട്ട്. നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്ത് വേഗം എത്തിയിരിക്കുകയാണ്. ഈ ഗോൾക്കൊണ്ട നമ്മൾ ധീര മൂവിക്ക് അത് ഷൂട്ട് ചെയ്തത്. അതിലത്തെ പാട്ട് സീൻ ഉണ്ടല്ലോ ഒരെണ്ണം, അതുപോലെ തന്നെ രാം ചരൺ, അവർ രണ്ടുപേരും കൂടെ അഭിനയിച്ച ആ ഒരു പാട്ട് സീൻ, അവരുടെ ഒരു ലവ് സോങ് ഉണ്ടല്ലോ, അത് ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഹൈദരാബാദ് വരുന്നത്. സോ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാനാണ്. പിന്നെ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ ഇങ്ങനെ ഒരു സ്കാനർ വെച്ചിട്ടുണ്ട്. അത് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഇതിൻ്റെ അകത്ത് കയറിയ പാടുള്ള വ്യൂ ആണ് ഗൈസ്. കുറേ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു പഴയ ഒരു കൊട്ടാരം പോലത്തെ ഒരു സ്ഥലമാണ്. ഇവിടെ വന്നിരിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. നമ്മൾ ഹൈദരാബാദ് പോയി കഴിഞ്ഞാൽ മസ്റ്റായിട്ട് കാണേണ്ട പ്ലേസിൽ ഒരെണ്ണമാണ് ഈ ഗോൾക്കൊണ്ട. വളരെ ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഇതെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കാര്യമായി എൻ്റെ ഫ്രണ്ട്സ് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് മൈക്ക് വർക്കായില്ല. അതുകൊണ്ട് ആ പറയുന്ന കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്തെ രാജാക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവരെ കുളിപ്പിക്കുക അങ്ങനെ ചെയ്തിരുന്ന ഒരു പ്ലേസായിരുന്നു. രാജാക്കന്മാർ, അതുപോലെ തന്നെ പ്രയോറിറ്റി കൂടുതലുള്ള ആൾക്കാർ അങ്ങനെ മരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കുളിപ്പിച്ചിരുന്ന ബാത്റൂമാണ് ഗൈസ്. ബാത്റൂം വെള്ളം വരുന്ന സിസ്റ്റമാണ് ആ ഭാഗത്ത് കാണിക്കണേ. അങ്ങനെ ഇത്ര വലിയ ബാത്റൂമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്.
എന്തായാലും പണ്ടത്തെ രാജാക്കന്മാർക്ക് ഇതൊക്കെ ഒരു ഭാഗ്യം അല്ലേ. ഗോൾക്കൊണ്ട മുകളിലേക്ക് കയറി വന്നു. അവിടെ നല്ല വ്യൂ ആണ് ഗൈസ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസ്. കയറി വന്നാലും കാണാൻ മാത്രം ഉണ്ട്. ഇവിടെ കുറേ പേരൊക്കെ ഇങ്ങനെ വെറുതെ ചില്ലടിച്ച് ഈ പുല്ലിലൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ് ടൈമിലൊക്കെ ആയിട്ട് വരിക. കാരണം നല്ല വെയിലായിരിക്കും, നമ്മൾ ടയേർഡാവും. ഭാഗ്യത്തിന് ഞങ്ങൾ വന്ന സമയത്ത് കുറച്ച് കുറവാണ്. നട്ട വെയിലായിരിക്കും. അതന്നെ, അതുകൊണ്ട് പരമാവധി ഇവിടെ ഒരു 4 o'clockന് ശേഷം വരാൻ നോക്കുക. പക്ഷേ 4 o'clockന് ശേഷം വരാൻ നോക്കുമ്പോഴും ഒരു 5 മണിക്ക് മുന്നേ വരിക. അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാം. ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ 25 രൂപ. സൺസെറ്റിന് പറ്റിയ ഒരു സ്ഥലമാണ് ഗോൾക്കൊണ്ട ഫോർട്ട്. ഇവിടെ എല്ലാ ദിവസവും 7 മണിക്ക് ലേസർ ഷോ ഉണ്ട്. നമ്മൾ ലേസർ ഷോ കൂടെ കണ്ടിട്ടേ പോകുന്നു. ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതും കൂടെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. നടന്ന് നമ്മുടെ കാലിൻ്റെ ഊപ്പാട് തീരും. അതുകൊണ്ട് പക്ഷെ ഈ ഒരു ദിവസം ഇവിടെ മാത്രമാണ് കാണുന്നതെന്നൊക്കെ വെച്ചാൽ അങ്ങനെ വരുന്ന പ്ലാൻ ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ലതാണ്. അല്ലാതെ നമ്മൾ ഒരു കുറച്ച് ദിവസത്തിൽ കുറേ പ്ലേസ് കവർ ചെയ്യാൻ, ഞങ്ങൾ ഇന്ന് തന്നെ 2-3 സ്ഥലം കവർ ചെയ്തു. സോ വൈകിട്ട് എത്തിയപ്പോഴേക്കും നമുക്കൊരു ടയേർഡ്നെസ് ആയി ആകെ. ഗൈസ് നോക്കി, ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഹൈദരാബാദിൻ്റെ ഒരു ഭാഗം ഫുള്ളായിട്ട് ഇങ്ങനെ കാണാം. നോക്ക് ഗൈസ് വ്യൂ. സ്റ്റെപ്പ് കയറി ഞാൻ കതച്ചു. ഇനി ഇതിൻ്റെ ടോപ്പിലെത്തിയിട്ട് നമുക്ക് കാണാം. ഗൈസ് ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള വ്യൂ ആണ് ഗൈസ്. നല്ലൊരു അടിപൊളി സൺസെറ്റാണ് അവിടെ. ഗൈസ് ഇതാണ് ഗോൾക്കൊണ്ടയിലെ ലേസർ ഷോ. മെയിനായിട്ട് ഹിസ്റ്ററി ഓഫ് ഗോൾക്കൊണ്ടയാണ് ഇതിൽ പറയുന്നത്. സോ ഇതോട് കൂടിയിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ കൺക്ലൂഷൻ എടുക്കാൻ മറന്നുപോയി ഗൈസ്. സോ ഓക്കെ, ബൈ.